വീഡിയോയിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് പഠിച്ചു നിർത്തിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഹോൾഡ് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് പോലെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും പിടിക്കുക. എങ്ങനെയായിരിക്കണം? ഇഫ് ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കാണിക്കുകയാണെങ്കിൽ, ആൻഡ് ദ മിഡിൽ ഫിംഗർ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, മിഡിൽ ഫിംഗർ, ഈ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദെൻ ദ തംബ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ തംബ് ഏത് ഡയറക്ഷനിലേക്കാണോ ചൂണ്ടിയിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡയറക്ഷനിലായിരിക്കും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതും മോഷൻ ഉണ്ടാകുന്നതും ആ ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുതൽ ആവർത്തിച്ച് പഠിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ടെങ്കിൽ, ഒരു മൂവിങ് ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ മേളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. മൂവിങ് ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ മേളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുതൽ പഠിക്കുന്ന കാര്യം. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചത് അല്ലേ. ഇതേ കാര്യം തന്നെയാണ് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് പഠിച്ച ഒരു കണ്ടക്ടർ കെട്ടി തൂക്കി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇടുവാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു നമ്മളല്ലേ. ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അതിനെ പഠിച്ചത്. ഈ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മോട്ടറിൻ്റെ വർക്കിങ്ങിന്, ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിങ്ങിന് പിന്നിലെ പ്രിൻസിപ്പിൾ ഇതാണ്. എന്താണ് അത്? പലതവണ പറയുന്നു, ആവർത്തിച്ച് പറയുന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫോഴ്സ് അനുഭവപ്പെടും. അത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇതേ കാര്യമാണ് എന്ത്? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യത്തിന് തന്നെയാണ് ഈ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാൻ കാര്യം? ഇലക്ട്രിക് മോട്ടറുകളുടെ വർക്കിംഗ് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞത് കാരണം ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞു? ഒരു ഇലക്ട്രിക് മോട്ടറാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ സാധാരണ ഉപയോഗിക്കുന്ന ഫാനിൽ, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ജ്യൂസർ, മിക്സി, ഗ്രൈൻഡർ, അതേപോലെയൊക്കെയുള്ള ഒട്ടുമിക്ക ഉപകരണങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഇലക്ട്രിക് മോട്ടർ. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് മോട്ടർ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. ഫാനിലും മിക്സിയിലും ഗ്രൈൻഡറിലും ഒക്കെ എന്താ നമുക്ക് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും മൂവ്മെൻ്റ് ആണ്. എന്തോ ഒന്ന് കറങ്ങുക, ഫാനിലാണെങ്കിൽ ലീഫ് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. മെക്കാനിക്കൽ എനർജി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു മോട്ടറിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം സ്ട്രക്ചർ പഠിക്കുന്നതിന് മുമ്പും പ്രവർത്തനം പഠിക്കുന്നതിന് മുമ്പും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയണമല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പലതവണ പറഞ്ഞതുമാണ്. എന്നാലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മേളിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സിനെ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പം ഇത്രയും പറഞ്ഞ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് നോർത്ത് പോൾ കാണാം, ഇവിടെ സൗത്ത് പോൾ കാണാം. ശരിയല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഉണ്ട് അല്ലേ. അത് ഇവിടെ പ്രത്യേകിച്ച് വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ, കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് ഓർത്ത് എല്ലാം കൂടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും കാണുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഡയറക്ഷനിലും ഉണ്ട്. പിന്നെ എന്ത് കാണാം? ABCD എന്നുള്ള ഒരു കോയിൽ കാണാം അല്ലേ. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അത്.
ഒരു കണ്ടക്റ്റിംഗ് വയറാണ്, അത് വളച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡൊക്കെ പഠിച്ചിരുന്നില്ലേ? അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ തന്നെയുള്ള ഒരു കോയിലിനെ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വളച്ച് വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഒരു കോയിൽ തന്നെയാണ് ഈ ABCD എന്ന് പേരെഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, ഈ സർക്യൂട്ടിൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതവിടെ വെച്ചിരിക്കുന്നത്. ഈ ABCD എന്ന കോയിലിനെ ആർമേച്ചർ കോയിൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഉപകാരം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ? ഇവിടെ ഈ ആർമേച്ചർ കോയിലാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ മോട്ടറിലൊരു കറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇൻഫെക്റ്റ് ആ ഒരു റൊട്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആർമേച്ചർ കോയിലാണ്. ഈ ABCD എന്ന ഈ ഒരു കോയിലാണ് കിടന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് ആർമേച്ചർ കോയിൽ ABCD. ഓക്കെ, ഇതൊരു ആക്സിലിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്, ഒരു ആക്സിലിൽ അത് ഘടിപ്പിച്ചിരിക്കുകയാണ്. കാരണം അത് ഒരു കറങ്ങണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ആക്സസ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ഒരു ആക്സിൽ XY എന്നുള്ള ഡോട്ടഡ് ലൈൻസ് കണ്ടോ, അതതിൻ്റെ ആക്സിലാണ്. ഇതിനൊരു സോഫ്റ്റ് ആൻഡ് കോറും ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളിവിടെ വരച്ചിട്ടില്ല. നമുക്ക് പറയാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ വരച്ചിട്ടുള്ളൂ, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നതാണ് R1 R2 എന്ന് പറഞ്ഞ് ഇവിടെ ഒരു റിങ് കണ്ടോ, ഈ ഒരു റിങ് കണ്ടോ, ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു റിങ്, അതിനെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു റിങ്ങിനെ അത് കാണുമ്പോൾ ഒരു വളയം പോലെയല്ലേ, അതുകൊണ്ടാണ് റിങ് എന്ന് പറയുന്നത്. എന്നാൽ അത് രണ്ട് ഭാഗങ്ങളല്ലേ, രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നു. ഇതിനെ ഇങ്ങനെ ഒരു ഫുൾ റിങ് ആക്കി വെക്കാതെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഭാഗങ്ങളായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. ഇനി ഈ B1ഉം B2ഉം കണ്ടോ, ഈ രണ്ട് ബ്ലാക്ക് സംഭവങ്ങൾ കണ്ടോ, അത് ബ്രഷാണ്. ബ്രഷ് 1 ബ്രഷ് 2, അതാണ് B1 B2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി, പിന്നീട് നമുക്കിവിടെ ഒരു ബാറ്ററിയും ഉണ്ട്, പവർ സോഴ്സും ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ സർക്യൂട്ടിലേക്ക് ഒന്ന് നോക്കാം. നോക്കൂ, ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണക്ഷൻ വയർ എടുത്തിട്ട് ആ വയർ B1ലേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് അവിടെ ജോയിൻ്റ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ കണക്ഷൻ വയറും ഇതേപോലെ B2ലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? അത്രയും ഇവിടുത്തെ ഫിക്സ്ഡ് പാർട്ടുകളാണ്. ഓക്കെ, അത് അനങ്ങുന്നില്ല. നമ്മൾ ഇവിടെ റൊട്ടേഷൻ ആണല്ലോ ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കറിയാം മോട്ടറാണ്, അപ്പോൾ എന്തോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ ബാറ്ററി ഒന്നും എന്തായാലും റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ബാറ്ററി വന്ന് ഇവിടെ ഈ ബ്രഷ് വരെ എന്തായാലും റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളല്ല, അത് അനങ്ങാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഭാഗം തന്നെയാണ്. ശരി, ഇനി ഈ ബ്രഷ് എങ്ങോട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്? B1 എന്ന് പറയുന്നത് R1 എന്ന് പറയുന്ന നമ്മുടെ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററിലേക്ക് ജെന്റിലി ആണ് കേട്ടോ ഘടിപ്പിച്ചിരിക്കുന്നത്. അതല്ലാതെ അത് വളരെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ല, അതിനെ ഇവിടെ ഒന്ന് തൊടുവിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ R2ഉം B2ഉം, ഈ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഈ ഭാഗവും B2ഉം തൊട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ല, പക്ഷേ അത് തൊട്ടാണ് ഇരിക്കുന്നതെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ B1ഉം R1ഉം തൊട്ടാണ് ഇരിക്കുന്നത്. അപ്പം B1ൽ നിന്ന് R1ലേക്ക് തൊടുവിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി R1ൽ നിന്ന് ഒരു വയർ വരുന്നുണ്ട് അല്ലേ, ഒരു കണക്ഷൻ വയർ തന്നെയാണ് വരുന്നത്. അത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മുടെ കോയിലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കണ്ടോ, R1ൽ നിന്ന് ഒരു കണക്ഷൻ വയർ നേരെ വന്നിട്ട് ABCD എന്ന് പറയുന്ന ആ ഒരു ആർമേച്ചർ കോയിലാണ് പിന്നെ ആകുന്നത്. അപ്പോൾ ആർമേച്ചർ കോയിലിൻ്റെ ഒരു ഭാഗം എയിൽ നിന്ന് ഉള്ള ആ ഒരു വയർ ഈ R1ലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ABCD കഴിഞ്ഞ് ഈ Dയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ഒരു വയറോ R2ലേക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു, ആർമേച്ചർ കോയിലായ ABCD ആണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ABCD റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ABCD എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ ഉണ്ടല്ലോ, ഈ R1ഉം R2ഉം, ഈ റിങ് അതും റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? ABCD റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയുടെ ഒരു ഭാഗം, എയിൽ നിന്ന് വരുന്ന ഒരു വയർ R1ലേക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്, ടൈറ്റായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. Dയിൽ നിന്ന് വരുന്നത് R2ലേക്കും പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ABCD കറങ്ങുമ്പോഴത്തേക്കും ഈ അറ്റങ്ങളും അതേപോലെ തന്നെ കറങ്ങും. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ ഈ R1ഉം R2ഉം ഇതുപോലെ തന്നെ കറങ്ങുക തന്നെ ചെയ്യും. മനസ്സിലായോ? എന്നാൽ B1ഉം B2ഉം അനങ്ങുമോ? ഇല്ല, അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് B1ഉം R1ഉം തൊട്ടാണ് വെച്ചിരിക്കുന്നത്. R1 കറങ്ങുമ്പോൾ B1 R1നെ ടച്ച് ചെയ്തിരിക്കും. മനസ്സിലായി? ഇവിടെ ടച്ച് ചെയ്തിരിക്കും. പക്ഷേ എന്നാൽ R1 ഈ റിങ് കടന്ന് കറങ്ങുമ്പോൾ B1ഉം കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. B1ഉം B2ഉം സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. R1ഉം R2ഉം ഇതിനെ തൊട്ടുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് റൊട്ടേഷൻ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് ആണ് പഠിക്കേണ്ടത്.
അതായത് എങ്ങനെ കറണ്ട് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതിൽ എങ്ങനെ റൊട്ടേഷൻ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ സിമ്പിളായ മറ്റൊരു ഫിഗർ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. സെയിം കാര്യങ്ങൾ തന്നെയാണ്, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇതിൽ വരുത്തിയിട്ടില്ല, പക്ഷേ വേറൊരു ഫിഗർ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ കൺസ്ട്രക്ഷൻ പഠിച്ചു, മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി, അതിൻ്റെ പുറകിലത്തെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നോക്കാം നമുക്ക്. ബാറ്ററി ഓൺ ചെയ്യുമ്പോൾ, അതായത് ഈ കീ ക്ലോസ് ചെയ്ത് നമ്മൾ സർക്യൂട്ടിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? പോസിറ്റീവിൽ നിന്ന് കറണ്ട് വരുന്നു അല്ലേ? കണ്ടോ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. ശരിയാണ്, അതിങ്ങനെ വരുന്നു, ഇവിടെ എത്തുന്നു. ഓക്കെ. പിന്നെ B1 എന്ന് പറയുന്ന ബ്രഷിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം കണ്ടക്ടേഴ്സാണ് അല്ലേ? B1 എന്തിലേക്ക് തൊട്ടാണ് ഇരിക്കുന്നത്? എന്തിലേക്ക് അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്? S1 എന്ന് പറയുന്ന ആ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ആ S1 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലേക്ക് തൊട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ കറണ്ട് S1ലേക്ക് പ്രവേശിക്കുന്നു. പിന്നീടോ എന്താ സംഭവിക്കുന്നത്? S1ലേക്ക് പിന്നീട് അങ്ങോട്ട് പോകുന്നത്, S1ൽ നിന്ന് ഈ ഒരു വയറിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ഡയഗ്രം കാണുമ്പോൾ മനസ്സിലാവല്ലോ. ഈ ഒരു വയറിലേക്ക് പോകുന്നു. എന്നിട്ട് ABCD എന്ന ആ ഒരു ആർമേച്ചർ കോയിലുണ്ടല്ലോ, അതിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ ABCDയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ വരിക? ഇങ്ങനെ വരുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ശരിയല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ താഴേക്ക് വരുന്നു, ഡിയിൽ നിന്ന് വീണ്ടും അതിങ്ങോട്ട് വന്നിട്ട് എന്ത് പറ്റുന്നു? S2 എന്ന് പറയുന്ന ആ ഒരു സ്പ്ലിറ്റ് റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് അത് B2വിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, കറണ്ടിൻ്റെ പാത്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്ര നമുക്ക് മനസ്സിലായി. ശരി, ഇനി അടുത്ത് എന്താ സംഭവിക്കുക? കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് പ്രതിഭാസം ഉണ്ടാകുന്നു? ഇവിടെ നോക്കൂ, നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുന്നത്? ഇവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്, നോർത്തും സൗത്തും ഉള്ളത് കാരണം. ഇങ്ങനെ ആണല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് മൂലം ആ കണ്ടക്ടർ നീങ്ങും, അതിന് മോഷൻ ഉണ്ടാകും. ഇതാണല്ലോ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ മോഷൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് വേണം? ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ശരിയാണ്. അപ്പോൾ അതേ കണ്ടീഷൻ എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഞാനൊരു റെഡ് കൊണ്ട് കാണിക്കാം. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന കറണ്ടിനെ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ? അത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. നമ്മൾ AB എന്ന കണ്ടക്ടറിൽ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണ്. ABയിൽ ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് വരുന്നു എന്ന് കാണാനായിട്ട്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നമുക്കറിയാവുന്ന പോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് പോലെ വെച്ച് നോക്കൂ. എന്നിട്ട് മിഡിൽ ഫിംഗർ, നടുവിലത്തെ വിരൽ നോർത്ത് നിന്ന് സൗത്തിലേക്കുള്ള ഈ ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കണം. ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ എയിൽ നിന്ന് ബിയിലേക്ക് അലൈൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് നോക്കൂ, അത് പേപ്പറിൻ്റെ ഉള്ളിലേക്കായിരിക്കും കാണിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന തമ്പിനെയാണ് ദാ ഇവിടെ ബ്ലൂ കളറിൽ ഫോഴ്സ് ഉള്ളിലേക്ക് കാണിച്ചിട്ടില്ലേ, അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നോർത്ത് പോളിൻ്റെ വശത്തുള്ള ആ ഒരു AB എന്നുള്ളതിൻ്റെ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് CD എന്ന് പറയുന്ന വശത്തിൻ്റെ ഈ ഒരു വശത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെ. അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ തന്നെയാണ് വയ്ക്കേണ്ടത്. പക്ഷേ മിഡിൽ ഫിംഗർ, നടുവിലത്തെ വിരൽ എങ്ങനെയാണ് വയ്ക്കേണ്ടത്? C എന്ന് Dയിലേക്കാണ് കറണ്ട് വരുന്നത്. കണ്ടോ, ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. അപ്പം നേരെ തിരിച്ചു വെക്കണം. മനസ്സിലായോ? നടുവിലത്തെ വിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലും ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കും കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്? ഈ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് മുകളിലേക്ക്, ഔട്ട്വേർഡ് സ്ക്രീനിൻ്റെ പുറത്തേക്കായിരിക്കും നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോഴ്സ് ഇങ്ങനെ ഇവിടെ കണ്ടു, ഈ ഒരു ബ്ലൂ ആരോ കൊണ്ട് അവിടെ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യം വളരെ വളരെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നത്. നോക്കൂ, AB എന്ന വശത്തിന് താഴേക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, CD എന്ന വശത്തിന് മുകളിലേക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ആക്സിലിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു?
അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മുകളിലേക്കും ഇവിടെ താഴേക്കും ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ തൽക്കാലം മനസ്സിലായി. അത് വളരെ കറക്റ്റായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? നമുക്ക് നോക്കാം എന്താണ് ട്വിസ്റ്റ് എന്ന് നോക്കാം. ഇപ്പം നോക്കൂ, ഈ നോർത്ത് പോളിൻ്റെ വശത്തിൽ, അല്ലെങ്കിൽ വേണം നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച കാര്യം നമുക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതി വയ്ക്കാം. എ ബിയിലേക്ക് എങ്ങനെയായിരുന്നു? ഇങ്ങനെ എ ബി അല്ലെ, എ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഞാൻ കാണിച്ചേക്കുന്നത്. എ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ്? പേപ്പറിൻ്റെ ഉള്ളിലേക്ക് അല്ലേ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പേപ്പറിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിലാണ് ആ ഫോഴ്സ് ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കുമ്പോഴത്തേക്കും പേപ്പറിൻ്റെ ഉള്ളിലേക്കാണെന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ ടു എന്ന് മാത്രമായിട്ട് എഴുതുന്നു. ശരി, അപ്പോൾ അതാണ് ഈ എ ബിയുടെ വശത്ത് അല്ലെങ്കിൽ നോർത്ത് പോളിൻ്റെ വശത്ത് നടക്കുന്നത്. അടുത്തതായിട്ട് ഈ സി ഡി എന്ന വശത്തിൽ എങ്ങനെയാണ് കറണ്ട് പോകുന്നത്? കറണ്ട് ഇങ്ങനെ താഴേക്കുള്ള ഡയറക്ഷനിൽ. അപ്പോൾ അത് നമുക്കിങ്ങനെ കറണ്ട് ഈ രീതിയിലായിരിക്കുമ്പോൾ ഫോഴ്സ് എങ്ങനെയാണ്? കറണ്ട് ഈ രീതിയിലാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ്? മുകളിലേക്ക് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട്വേർഡ് ആയിരിക്കും ഫോഴ്സ് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? നമ്മളുടെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുവാണ്. ഈ നോർത്ത് പോളിൻ്റെ വശത്തുള്ള എ ബി എന്ന പോലെ മുകളിലേക്ക് കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കും ഫോഴ്സ് വരിക. അതേസമയം താഴേക്ക് ഈ സി ഡി എന്ന വശത്തിൻ്റെ പോലെ ഈ സൗത്ത് പോളിൻ്റെ അടുത്തുള്ള വശത്തിൻ്റെ പോലെ സി ഡി എന്നുള്ള പോലെ താഴേക്കാണ് കറണ്ട് വരുന്നതെങ്കിൽ ഔട്ട്വേർഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരെ. ഇത് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഇത് നമ്മളുടെ വെറുതെ ഒരു റെഫറൻസിന് വേണ്ടി എഴുതിയിരിക്കും. ശരി, ഇനി ഇവിടെ വരുന്ന ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. നോക്കൂ, ഇതിങ്ങനെ വരുന്നു, എ ബി ഇങ്ങോട്ട് പോകുന്നു, സി ഡിയുടെ വശം ഇങ്ങോട്ട് വരുന്നു. ശരിയല്ലേ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞെന്ന് വിചാരിക്കും. അതായത് എ ബി ഇങ്ങനെ താഴെ കൂടെ പോയിട്ട് ഈ വശത്തെത്തി, സി ഡി ഇങ്ങനെ മുകളിൽ കൂടെ വന്നിട്ട് ഈ നോർത്ത് പോളിൻ്റെ വശത്തും എത്തി. അതിങ്ങനെ വരുമല്ലോ. സി ഡി ഇപ്പുറത്തെ വശത്തും വന്നു, എ ബി ഇപ്പുറത്തെ വശത്തും വന്നു. ഒരു ഹാഫ് സർക്കിൾ കഴിയുമ്പോൾ ഇങ്ങനെ വരും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? സി ഡിയുടെ അവിടുത്തെ കറണ്ട് എങ്ങോട്ടാ? ദേ ഇങ്ങനെയാ. എ ബിയുടെ അവിടുത്തെ കറണ്ട് എങ്ങോട്ടാ? എയിന്ന് ബിയിലോട്ടാ. ഇങ്ങനെയാണെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? സി ഡിയിൽ അവിടെ തന്നെ ഈ നോർത്ത് പോളിൻ്റെ അടുത്ത് എന്ത് പറ്റുന്നു? ദേ ഈ താഴേക്കുള്ള ഡയറക്ഷനിലേക്ക് കറണ്ട് വരുന്നു. ശരിയല്ലേ? ഇങ്ങനെ താഴേക്കുള്ള ഡയറക്ഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഔട്ട്വേർഡ് ഫ്രം ദ പേപ്പർ. ആ പേപ്പറിൻ്റെ പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇങ്ങനെ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ വരണു, അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡിലേക്കുള്ള ഡയറക്ഷൻ വരുന്നു. ശരി, ഈ സൗത്ത് പോളിന് അടുത്തുള്ള എ ബിയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരണേ. ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കും. ആണല്ലോ. ഇത് നമ്മൾ കാണാതെ പഠിച്ചൊന്നുമല്ല. ഇത് വേണമെങ്കിൽ ഇപ്പം ഞാൻ പുതിയതായിട്ട് വരച്ച പടത്തിൽ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ കിട്ടുന്ന കാര്യം ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കൂ. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഫോഴ്സ് എങ്ങോട്ട് വരും? ഇവിടെ എ ബിയിൽ എങ്ങോട്ട് വരും? ഇങ്ങനെ താഴേക്ക് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ വരും. ശരിയല്ലേ? ഇവിടെ വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കൂ. ഈ റെഫറൻസ് ഉപയോഗിക്കേണ്ട ഉള്ളവരങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ പറ്റുന്നത്? കുറച്ച് മുന്നേ ഈ നോർത്ത് പോളിൻ്റെ സൈഡിൽ താഴേക്കായിരുന്നു ഫോഴ്സ്. ഒരു ഹാഫ് സർക്കിൾ കഴിഞ്ഞപ്പോൾ നോർത്ത് പോളിൻ്റെ സൈഡിൽ എന്ത് പറ്റി? മേളിലേക്കായി ഫോഴ്സ്. അപ്പോൾ എന്താ? ഈ സി ഡി വീണ്ടും ഇപ്പുറത്തേക്ക് പോകുന്നു, എ ബി വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. എ ബി ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പടമായി. അപ്പോൾ എന്ത് പറ്റി? എ ബിയിൽ താഴത്തേക്ക് ഫോഴ്സായി. അപ്പോൾ ഒരു ഫുൾ സർക്കിൾ, ശരിക്കും മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ഈ ആർമേച്ചർ കോയിൽ പടപടാന്ന് ഇങ്ങനെ ഫുൾ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ശരിയല്ലേ? പക്ഷെ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെ ഒരു ഫുൾ സർക്കിൾ കിട്ടുന്നുണ്ടോ? ഇല്ല. നോർത്ത് പോളിൻ്റെ ഭാഗത്ത് എ ബി ആയിരുന്നപ്പോഴത്തേക്കും ഫോഴ്സ് താഴേക്കായിരുന്നു. ഒരു പകുതി കറക്കം കഴിഞ്ഞ് അവിടെ സി ഡി എത്തിയപ്പോൾ ഫോഴ്സ് മേളിലേക്കായി. അടുത്ത പകുതി കറക്കം കഴിഞ്ഞ് അവിടെ തിരിച്ച് എ ബി വന്നപ്പോൾ ഫോഴ്സ് താഴേക്ക്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ ആകുന്നതല്ലാതെ ഒരു ഫുൾ സർക്കിൾ ഇതിന് ഒരിക്കലും ആകാൻ സാധിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഫുൾ സർക്കിൾ ആകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഈ ഒരു കമ്മ്യൂട്ടേറ്റർ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഉണ്ടായ, അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റർ വെച്ചില്ലായിരുന്നു എങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടാൽ മതി, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി, അങ്ങനെ ഒരു ഫുൾ സർക്കിൾ ആകാനുള്ള ഒരേ ഒരു മാർഗം എന്താണെന്നറിയാവോ? ഈ നോർത്ത് പോളിൻ്റെ അടുത്ത് എന്താ പറയുക, ഈ ഭാഗത്ത്
നോർത്ത് പോളിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമാണ്. അത് പോൾ ഏതാണെന്നുള്ളതിൽ അതിനകത്ത് വലിയ റെലവൻസ് ഒന്നുമില്ല, വെറുതെ ലൊക്കേഷൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ ഈ ആക്സിലിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത്, അതായത് ഈ നോർത്ത് പോളിൻ്റെ അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് എന്ത് വേണം, ഇങ്ങനെ സി ഡി വരുമ്പോഴത്തേക്കും ആദ്യം കറണ്ട് എ ബി മേളിലേക്കായിരുന്നു, സി ഡി വന്നപ്പോഴത്തേക്കും അത് താഴേക്കായി, അടുത്ത കറക്കത്തിൽ പിന്നെ അത് മേളിലേക്ക്, ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ നോർത്ത് പോളിൻ്റെ അടുത്ത് മാറിക്കൊണ്ടിരിക്കരുത്. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തും അതങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. അതായത് ഇത് എങ്ങനെയൊക്കെ കിടന്ന് കറങ്ങിയാലും ഈ നോർത്ത് പോളിൻ്റെ അവിടെ എ ബി വന്നാലും സി ഡി വന്നാലും എന്ത് വന്നാലും എന്ത് വേണം, കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മേളിലേക്ക് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ സൗത്ത് പോളിൻ്റെ അവിടെ എന്ത് തന്നെ ആയിരിക്കണം, ഏത് എ ബി വന്നാലും സി ഡി വന്നാലും കറങ്ങി വരുമ്പോഴത്തേക്കും അതിങ്ങനെ മാറി വരുമല്ലോ. അതിനാണല്ലോ കറക്കമെന്ന് പറയുന്നത്. എ ബി മാറി സി ഡി ആവും, പിന്നെ എ ബി ആവും, പിന്നെ സി ഡി ആവും. അങ്ങനെ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും സൗത്ത് പോളിൻ്റെ സൈഡിലും എന്ത് മാത്രമേ ഉണ്ടാകാവുള്ളൂ, കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും താഴേക്ക് തന്നെ ഉണ്ടാകാവുള്ളൂ. അപ്പോഴാണ് താഴേക്ക് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നാൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ തന്നെ ഫോഴ്സ് വരും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ മേളിലേക്ക് തന്നെ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇൻ ടു ദ പേപ്പർ എന്നുള്ള ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് വരും. അങ്ങനെ അപ്പോൾ നമുക്ക് റെഗുലറായ ഒരു കറക്കം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഈ ഒരു സൈഡിൽ എപ്പോഴും കറണ്ട് മേളിലേക്ക് തന്നെ വരണം, ഈ ഒരു സൈഡിൽ എപ്പോഴും കറണ്ട് താഴേക്ക് തന്നെ വരണം. ഇതെങ്ങനെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും? ഈ ഒരു സെറ്റപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സി ഡി ആണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ സി ഡിയിൽ കറണ്ട് താഴേക്കല്ലേ, അതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? മനസ്സിലായോ? പ്രശ്നം മനസ്സിലായോ? ഈ പ്രശ്നത്തിന് പരിഹാരമാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. കണ്ടോ, ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫുള്ള് റിംഗ് അല്ലാതെ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഭാഗമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തരവാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെച്ചേക്കുന്നത്. ഇനി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെച്ചാൽ ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരമാവുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? എ ബിയോ സി ഡിയോ മാറി വന്നാലും നോർത്ത് പോളിൻ്റെ ഭാഗത്ത് മേളിലേക്ക് തന്നെ കറണ്ട് വരണം, എ ബിയോ സി ഡിയോ മാറി വന്നാലും സൗത്ത് പോളിൻ്റെ ഭാഗത്ത് താഴേക്ക് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവണം. ഏത് ഈ ആർമേച്ചർ കോയിലിൽ കൂടെ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ഇങ്ങനെ വരുന്നു, ശരി, S1ലേക്ക് കയറുന്നു, എന്നിട്ട് കറണ്ട് ഇങ്ങനെ എ ബി കൂടെ പാസ് ചെയ്യുന്നു, സി ഡിയിലൂടെ വന്ന് S2 B2 സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇതാണല്ലോ നമ്മുടെ കറണ്ടിൻ്റെ ഭാഗത്ത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ എന്ത് പറ്റുന്നു, ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ സി ഡിക്ക് മുകളിലേക്ക്, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഒരു മോഷനും ഉണ്ടാകുന്നു, എ ബിക്ക് താഴെ കൂടെ ഈ ഒരു ഡയറക്ഷനിലൊരു മോഷൻ ഉണ്ടാകുന്നു. ഇത്രയും നമുക്ക് മനസ്സിലായതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഏറ്റവും വലിയ റെലവൻസ് എവിടെയാണ് വരുന്നത്? ഈ ബ്രഷും ഈ S1 എന്ന് പറയുന്ന റിങ്ങും വളരെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തതല്ല. B1 എന്ന് പറയുന്ന ബ്രഷ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കും, B2 എന്ന് പറയുന്ന ബ്രഷ് ഇവിടെയും സ്ഥിരമായിട്ട് നിൽക്കും. പക്ഷേ ഈ S1 S2 അതിൻ്റെ ഇടയിൽ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു കറക്കം കഴിഞ്ഞ് എ ബി ഇപ്പുറേ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? S1ഉം ഒരു കറക്കം കഴിഞ്ഞ് S1 ഇപ്പുറത്തെത്തും, S2 ഇപ്പുറത്തെത്തും. പറഞ്ഞത് മനസ്സിലായോ? ഒരു കറക്കം അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിൾ കഴിയുമ്പോഴത്തേക്കും എ ബി സർക്കിളായി ഈ വെസ്റ്റ് സൗത്ത് പോളിൻ്റെ ഭാഗത്തെത്തുന്നു. അപ്പോൾ അതേപോലെ തന്നെ എ ബി കറങ്ങുമ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും കറങ്ങുകയാണല്ലോ, അല്ലേ? അപ്പോൾ എ ബി ഇപ്പുറത്തെത്തുമ്പോഴത്തേക്കും S1ഉം എന്ത് പറ്റുന്നു, എ ബിയുടെ സൈഡിലുള്ള കമ്മ്യൂട്ടേറ്ററിൻ്റെ സ്പ്ലിറ്റ് റിംഗ് ആണല്ലോ S1. എ ബി ഇപ്പുറത്തെത്തുമ്പോൾ S1ഉം ഇപ്പുറത്തെത്തുന്നു. അതേപോലെ സി ഡി നോർത്ത് പോളിൻ്റെ വശത്തേക്ക് എത്തുമ്പോൾ S2 എന്ന് പറയുന്ന ഈ ഒരു സ്പ്ലിറ്റ് റിങ്ങും നോർത്ത് പോളിൻ്റെ വശത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അതും ഇപ്പുറത്തേക്കാകുന്നു. അങ്ങനെയുള്ള ഫിഗർ നമുക്കിനി നോക്കാം. കണ്ടോ, ഈ ഫിഗർ കണ്ടോ? എന്താണ് പ്രത്യേകത? എ ബി ഒരു കറക്കം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന എ ബി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ എടുത്ത് ഈ വശത്തെത്തി, ഈ സൗത്ത് പോളിൻ്റെ വശത്തെത്തി. ഇവിടെ ഇരുന്ന സി ഡി ഒരു ഹാഫ് സർക്കിൾ കഴിഞ്ഞ് ഈ നോർത്ത് പോളിൻ്റെ വശത്തും എത്തി. അത് കണ്ടല്ലോ. അപ്പോൾ S1നും S2നും എന്ത് പറ്റി? ഇവിടെ ഇരുന്ന S1 എങ്ങനെയായി? കറങ്ങി ഇപ്പുറത്തെ വശത്തെത്തി, S2 കറങ്ങി ഇപ്പുറത്തെ വശത്തെത്തി. ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എ ബി ആയിരുന്നപ്പോൾ നോർത്ത് പോളിൽ എങ്ങോട്ടായിരുന്നു കറണ്ടിൻ്റെ ഡയറക്ഷൻ? ഇങ്ങനെ മുകളിലേക്കുള്ള ഡയറക്ഷനിലായിരുന്നു. ശരിയല്ലേ? ഇപ്പോൾ സി ഡി ആയിരിക്കുന്നത്, എന്നിട്ടും എങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത്? മുകളിലേക്ക് തന്നെയാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഇവിടെ ഇങ്ങനെ കറണ്ട് വരുന്നു, B1 നേരത്തെ S1ലേക്കാണ് കയറിയത്, പക്ഷേ ഇവിടെ S2ലേക്കായി എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വീണ്ടും ഇതേപോലെ തന്നെ കറണ്ട് ഇങ്ങനെ പോകുന്നു. കണ്ടോ, സി ഡി വന്നു കഴിഞ്ഞിട്ടും കറണ്ടിൻ്റെ ഡയറക്ഷൻ നോർത്ത് പോളിൻ്റെ വശത്ത് നമുക്ക് മുകളിലേക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു.
വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ബിയിൽ നിന്ന് എയിലേക്കായി കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടോ, അങ്ങോട്ട് വരുന്നു, ഇങ്ങനെ താഴേക്കുള്ള ഡയറക്ഷനിൽ തന്നെ വരുന്നു. അപ്പോൾ ഒരു സെമി സർക്കിൾ കഴിഞ്ഞതിന് ശേഷവും സൗത്ത് പോളിൻ്റെ ഭാഗത്ത് നേരത്തെ എന്തായിരുന്നു, ദേ ഇങ്ങനെ താഴേക്കുള്ള ഡയറക്ഷനിലായിരുന്നു, അത് തന്നെ വേണമെന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. ഒരു സർക്കിൾ കഴിഞ്ഞിട്ട്, ഒരു ഹാഫ് സർക്കിൾ കഴിഞ്ഞപ്പോഴും സൗത്ത് പോളിൽ എന്ത് തന്നെയായി, താഴേക്ക് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വന്നു. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നേരത്തെ S2-ലൂടെ കടന്നായിരുന്നു B2-ലെത്തിയത്, പക്ഷേ ഇവിടെ S1-ലൂടെ കടന്നായി B2-ലെത്തിയിരിക്കുന്നത്. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കിയ സ്പ്ലിറ്റ് റിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടേറ്റർ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ഉപകാരമാണ് നമുക്കുണ്ടായത്? ഓരോ ഹാഫ് സർക്കിൾ കഴിയുമ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നത് മൂലം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറി ഇത് അങ്ങോട്ടും ആയിക്കൊണ്ടിരുന്നതൊക്കെ മാറിയിട്ട് എന്ത് സംഭവിക്കുന്നു? സ്ഥിരമായിട്ട് നോർത്ത് പോളിൻ്റെ അടുത്ത് മുകളിലേക്ക് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് ഫോഴ്സ് താഴേക്ക് തന്നെ ആക്ട് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് ഫോഴ്സ് മുകളിലേക്ക് തന്നെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് സ്ഥിരമായ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ഈ കമ്മ്യൂട്ടേറ്ററിന് കറങ്ങാനായി സാധിക്കുന്നു. അതായത് ഇതാ ഇങ്ങനെ തന്നെ അതിന് കറങ്ങിക്കൊണ്ട് ഈ ഭാഗത്തെത്തുമ്പോൾ അത് താഴേക്ക് പോകും, ഈ ഭാഗത്ത് ഉള്ള ആർമേച്ചർ കോയിൽ മുകളിലേക്ക് വരും. മനസ്സിലായോ? ഇങ്ങനെ സ്ഥിരമായ ഒരു റൊട്ടേഷൻ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഞാനൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഭാഗം മുതൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയതും പഠിക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മൾ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് മനസ്സിലാക്കി, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അതെങ്ങനെ സോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കി. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഈ കമ്മ്യൂട്ടേറ്റർ അങ്ങോട്ട് ഒരു ഫുൾ റിങ് ആക്കിയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? എന്താ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാതിരുന്നത്? ഫുൾ റിങ് ആണെങ്കിൽ എന്താ, ഇത് ഷോർട്ടായി പോയില്ലേ? മനസ്സിലായോ? ഇവിടുന്ന് കറണ്ട് വന്നിട്ട് ഇത് പിന്നെ ഈ വയറിൽ കൂടി ഇങ്ങോട്ടൊന്നും പോകാൻ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഷോർട്ട് ചെയ്തതുപോലെ ആയി പോവില്ലേ? നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചിട്ടില്ലേ? ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒരു വയർ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊരു ഫുള്ള് റിങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മോട്ടറൊന്നും പ്രവർത്തിക്കില്ല, ഒന്നും നടക്കില്ല. പക്ഷേ ഇതിങ്ങനെ ഹാഫ് റിങ് ആക്കി വെച്ചപ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ ആ പ്രശ്നം, അതായത് ഇങ്ങനെ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി വരുന്നതൊക്കെ മാറി ഒരേ ഡയറക്ഷനിൽ തന്നെ നോർത്ത് പോളിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വശത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മനസ്സിലാക്കാൻ വേണ്ടി നോർത്ത് പോളിൻ്റെ അടുത്ത് സൗത്ത് പോളിൻ്റെ അടുത്തെന്ന് പറഞ്ഞുള്ളൂ, അവിടെ കറണ്ട് കിട്ടുന്നു. അത് കണ്ടിന്യൂസ് ആയൊരു മോഷൻ അതിനുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതാണ് ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.